നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. ടാർപ്പളിൽ മറച്ച കൂരകളിൽ കഴിഞ്ഞ ലാഹ മഞ്ഞത്തോട്ടിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ഇനി അടച്ചുറപ്പുള്ള വീടുകളിൽ സുരക്ഷിതമായി അന്തിയുറങ്ങാം. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ കരുതൽ സ്പർശത്തിൽ മഞ്ഞത്തോട്ടിലെ 5 ആദിവാസി കുടുംബങ്ങൾക്കായി മനോഹരമായ വീടൊരുങ്ങി. പുതിയ വീടുകളുടെ സമർപ്പണം ജൂലൈ 24 രാവിലെ 10 മണിക്ക് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത നിർവഹിക്കും. ഡോക്ടർ യുയാക്കി മാർ കുർലോ സഫ്രഗൻ മെത്രാപ്പോലീത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, സീനിയർ വികാരി ജനറൽ വെരി റെവറൻഡ് ഡോക്ടർ ഈശോ മാത്യു, വികാരി ജനറലും അഭയം പദ്ധതി കോർഡിനേറ്ററുമായ വെരി റെവറൻഡ് ജോർജ് മാത്യു, സഭാ സെക്രട്ടറി റെവറൻഡ് എബി ടി മാമൻ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസൽ സക്കറിയ കോമാട്ട്, വൈദിക ട്രസ്റ്റി റെവറൻഡ് ഡേവിഡ് ഡാനിയൽ, കാർഡ് ഡയറക്ടർ റെവറൻഡ് മോൻസി വർഗീസ് തുടങ്ങിയവർ പങ്കെടുക്കും. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തയുടെ പട്ടത്വ സുവർണ ജൂബിലിയുടെ ഭാഗമായി സഭ ആവിഷ്കരിച്ച അഭയം ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭവനരഹിതർക്കായി ഭവനം ഒരുക്കിയത്. സഭയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കാർഡിന്റെ നേതൃത്വത്തിലായിരുന്നു ഭവന നിർമ്മാണം. അമ്പാട്ട് ഇത്താപ്പിരി മെമ്മോറിയൽ എൻഡോവ്മെന്റ് ഫണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് ഭവനം ഒരുക്കിയത്. കാർഡിന്റെ നേതൃത്വത്തിൽ മൂഴിയാർ, അട്ടത്തോട്, ലാഹ മഞ്ഞത്തോട് ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് മെഡിക്കൽ ക്യാമ്പുകളും സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു. വനമേഖലയിൽ കഴിഞ്ഞിരുന്ന ഇവരുടെ ജീവിതം തീർത്തും ദുരിതപൂർണമായിരുന്നു. ദാരിദ്ര്യത്തിനു പുറമെ വന്യമൃഗങ്ങളുടെ ശല്യവും ഇവരുടെ ജീവിതം ദുസ്സഹമാക്കിയിരുന്നു. അടുത്ത കാലത്തായി സർക്കാർ ഇടപെടലിൽ 23 കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമി വീതം ലഭ്യമായതോടെയാണ് മുൻ ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യരുടെ താൽപര്യപ്രകാരം 5 കുടുംബങ്ങൾക്കായി മാർത്തോമ സഭ വീടൊരുക്കിയത്. നോർത്ത് അമേരിക്കയിലെ വിശ്വാസ സമൂഹത്തിന് പുത്തൻ ആത്മീയ അനുഭവമായി മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം വാർഷിക കോൺഫറൻസിന് സമാപനമായി. 4 ദിവസങ്ങളിലായി അരിസോണ ഗ്രാൻഡ് റിസോർട്ടിൽ സംഘടിപ്പിച്ച 17ാമത് ഭദ്രാസന കോൺഫറൻസ് ആത്മീയ പുതുക്കത്തിനും സമർപ്പണത്തിനും വേദിയായി. ഗോഡ്സ് മിഷൻ ഇൻ എ ചാലഞ്ചിങ് വേൾഡ് എന്നതായിരുന്നു മുഖ്യ ചിന്താ വിഷയം. നോർത്ത് അമേരിക്കയിലെ വിവിധ ഇടവകകളിൽ നിന്നായി 500ഓളം ആളുകൾ പങ്കെടുത്തു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഇബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം അറിയിക്കുക എന്ന നിയോഗം കൂടുതൽ തീക്ഷ്ണതയോടെ നിർവഹിക്കേണ്ട കാലമാണിതെന്ന് അദ്ദേഹം വിശ്വാസ സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. ക്രിസ്തു സ്നേഹത്തിന്റെ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഓരോ മാർത്തോമക്കാരനും ഓരോ സുവിശേഷകനാണ്. ആധുനിക കാലം നേരിടുന്ന വെല്ലുവിളികൾക്കിടയിൽ ഈ നിയോഗം ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചെന്നൈ, ബാംഗ്ലൂർ, മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ മുഖ്യ സന്ദേശം നൽകി. ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്താൻ കഴിയണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദൈവത്തോടും മനുഷ്യനോടുമുള്ള ബന്ധങ്ങൾ സജീവമാകണം. എല്ലാം വലിച്ചെറിയുന്ന ആധുനിക കാലത്ത് സ്നേഹവും കരുതലും സഹിഷ്ണുതയും നഷ്ടമാവുകയാണ്. ഇവിടെ ബന്ധങ്ങളുടെ വീണ്ടെടുപ്പ് ആവശ്യമാണ് ും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭദ്രാസന സെക്രട്ടറി റെവറൻഡ് ജോർജ് എബ്രഹാം, ട്രഷറർ ജോർജ് പി ബാബു, സന്നദ്ധ സുവിശേഷക സംഘം വൈസ് പ്രസിഡന്റ് റെവറൻഡ് ഗീവർഗീസ് കൊച്ചുമ്മൻ, സെക്രട്ടറി രാജേഷ് മാത്യു, ട്രഷറർ വർഗീസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ദിവസങ്ങളിലായി നടന്ന പ്രഭാഷണങ്ങൾക്കും ബൈബിൾ പഠനങ്ങൾക്കും ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ, വൈദിക സെമിനാരി മുൻ പ്രിൻസിപ്പൽ റെവറൻഡ് ഡോക്ടർ പ്രകാശ് കെ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. സന്നദ്ധ സുവിശേഷക സംഘം ക്വയർ ഗാന ശുശ്രൂഷ നിർവഹിച്ചു. മുതിർന്നവരെ ആദരിക്കൽ, ടാലന്റ് നൈറ്റ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് തുടങ്ങിയ പരിപാടികൾ വ്യത്യസ്തമായി. സമാപന ദിവസം നടന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനായി. മാർത്തോമ സഭയുടെ കമ്മ്യൂണിക്കേഷൻ വിങ്ങായ മാർത്തോമ വിഷന്റെ ആരംഭം മുതൽ അതിൽ പ്രവർത്തിക്കുന്നതിനും അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതിനും കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ചെറിയ ആരംഭത്തിൽ നിന്ന് ഇന്ന് സഭയിലാകമാനം സഭയെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു വിഭാഗമായി മാർത്തോമ മിഷൻ തീർന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. ഡയസിസ് ഓഫ് നോർത്ത് അമേരിക്ക വോളണ്ടറി ഇവാഞ്ചലിസ്റ്റ് അസോസിയേഷൻ്റെ 17ാമത് വാർഷിക കോൺഫറൻസിൽ 400-ൽ പരം രജിസ്റ്റേർഡ് പാർട്ടിസിപ്പൻസ് സംബന്ധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്.
പ്രിയപ്പെട്ട തിരുമേനിമാരുടെയും അച്ഛന്മാരുടെയും അന്മാരുടെയും സുദീർഘമായ ശുശ്രൂഷകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്ദരങ്ങളായ ഗാന ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം സുസംഘടിതമായ ഒരു ഗായക സംഘം പ്രവർത്തിക്കുന്നു. രാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള ആരാധന വളരെ ശ്രദ്ധേയമായി തീരുന്നു. എല്ലാം കൊണ്ടും വളരെ സംഗതമായ അർത്ഥവത്തായ ഒരു വാർഷിക കോൺഫറൻസായി ഈ 17ാമത് കോൺഫറൻസ് തീർന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും അതിൻ്റെ എല്ലാ സംഘാടകരെയും സഭയുടെ പേരിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. മാർത്തോമ വോളണ്ടറി ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ്റെ വാർഷിക കോൺഫറൻസ് ഫിനിക്സിൽ വെച്ച് നടത്തപ്പെടുവാൻ തക്കവണ്ണം സാധ്യമായതിൽ ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. മാർത്തോമ വോളണ്ടറി ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ്റെ 100ാമത് വാർഷികവും ഇതോടൊപ്പം ക്രമീകരിക്കുവാൻ തക്കവണ്ണം സാധ്യമായതിലും ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. വനത്തിനുള്ളിൽ തന്നെ വന്യമൃഗങ്ങൾ കഴിയുന്ന വിധമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെന്ന് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത മാർത്തോമാ സഭ വികസന വാരാചരണം റാന്നിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗങ്ങൾ നാട്ടിലെത്താനുള്ള കാരണങ്ങൾ കണ്ടെത്തി അത് ഒഴിവാക്കുന്നതിനുള്ള പദ്ധതികൾ ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റ് ഡോക്ടർ യാക്കീം മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു. സഹായം കവറിലാക്കി നൽകി സുസ്ഥിര വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയില്ല എന്ന് സഫ്രഗൻ മെത്രാപ്പോലീത്ത പറഞ്ഞു. വിമോചനമാണ് വികസനത്തിന്റെ അടിസ്ഥാന മന്ത്രം. ദാരിദ്ര്യ ലഘൂകരണത്തിനും തൊഴിലില്ലായ്മ പരിഹരണത്തിനും ഉതകുന്ന പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സീനിയർ വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ ഈശോ മാത്യു, സഭാ ട്രസ്റ്റി ആൻസൽ സക്കറിയ, വികസന സംഘം ജനറൽ സെക്രട്ടറി റവറൻഡ് മോൻസി വർഗീസ്, ട്രഷറർ ബിനു വി ഈപ്പൻ, ഭദ്രാസന വികസന സംഘം വൈസ് പ്രസിഡന്റ് റവറൻഡ് തോമസ് പി കോശി, സെക്രട്ടറി ബെന്നി പുത്തൻപറമ്പിൽ, ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി റവറൻഡ് സാംസൺ എം ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈദ്യശാസ്ത്ര രംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന ഡോക്ടർ MS വല്യത്താന്റെ നിര്യാണത്തിൽ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത അനുശോചിച്ചു. ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ MS വല്യത്താൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു. മെഡിക്കൽ രംഗത്ത് താൻ ആർജിച്ച അറിവും അനുഭവങ്ങളും തദ്ദേശീയമായി പ്രയോജനപ്പെടത്തക്കവണ്ണം അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം നയിച്ചു. ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്ക് ആവശ്യമായ നൂതന സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും കേരളത്തിൽ തന്നെ വികസിപ്പിച്ചു. വൈദ്യശാസ്ത്ര രംഗത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന് മാർത്തോമാ സഭയുടെ ആഭിമുഖ്യത്തിലുള്ള മേൽപ്പാടം ആറ്റുമാലിൽ ജോർജ് കുട്ടി അവാർഡ് 2003 നൽകിയത് അഭിമാനപൂർവ്വം സ്മരിക്കുന്നതായും മെത്രാപ്പോലീത്ത പറഞ്ഞു. മലങ്കര മാർത്തോമാ സുറിയാനി സഭ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിനായി 1 കോടി രൂപ ചെലവിൽ പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കും. മാങ്ങാനം ചെമ്മരപ്പള്ളി ബഥേൽ മാർത്തോമാ പള്ളിയിൽ സംഘടിപ്പിച്ച ഭദ്രാസന അസംബ്ലിയിൽ പുതിയ ഓഫീസ് മന്ദിര നിർമ്മാണം ഉൾപ്പെടെ ബജറ്റ് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു. ഭദ്രാസനത്തിലെ എല്ലാ ഭവനങ്ങളിലും ഭദ്രാസന പ്രകാശനി ലഭ്യമാക്കും. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. റവറൻഡ് ഷിബി തോമസ് ധ്യാന പ്രസംഗം നടത്തി. വികാരി ജനറൽമാരായ വെരി റവറൻഡ് മാത്യു ജോൺ, വെരി റവറൻഡ് PT തോമസ്, വെരി റവറൻഡ് ജോർജ് സക്കറിയ എന്നിവർ സംബന്ധിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻഡ് അലക്സ് ഇബ്രഹാം വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ട്രഷറർ നോബിൾ തോമസ് ബജറ്റ് അവതരിപ്പിച്ചു. ഭദ്രാസനത്തിൽ നിന്ന് വിവിധ കോഴ്സുകളിൽ റാങ്ക് നേടിയവരെയും PhD കരസ്ഥമാക്കിയവരെയും യോഗം ആദരിച്ചു. മാർത്തോമാ സഭയുടെ നേതൃത്വത്തിൽ റാന്നിയിൽ മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രം ആരംഭിക്കുന്നതിന് റാന്നി നിലയ്ക്കൽ ഭദ്രാസന അസംബ്ലി വാർഷിക യോഗം തീരുമാനിച്ചു. 50 കിടക്കകളുള്ള ആശുപത്രിക്കായി നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് യോഗം ഭദ്രാസന കൌൺസിലിന് അനുമതി നൽകി. ശ്രവണ സഹായ പദ്ധതി, ഭവന നിർമ്മാണ പദ്ധതി, വിദ്യാഭ്യാസ സഹായ പദ്ധതി, പാലിയേറ്റീവ് കെയർ, ശുശ്രൂഷകരുടെ ക്ഷേമനിധി തുടങ്ങിയവയും നടപ്പിലാക്കാൻ അസംബ്ലി തീരുമാനിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ്
ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു. ജ്ഞാനായ സഭയുടെ റാന്നി റീജിയണൽ മെത്രാപ്പോലീത്ത കുര്യാക്കോസ് മാർ ഇവാനിയോസ് ധ്യാന പ്രസംഗം നടത്തി. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനശുമൂട്ടിൽ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ട്രഷറർ അനു ഫിലിപ്പ് 2024-25 ബജറ്റ് അവതരിപ്പിച്ചു. ഇട്ടിയപ്പാറയിലുള്ള കൺവെൻഷൻ കേന്ദ്രത്തിന് മാർ അത്താനാസ്യോ സെന്റർ എന്ന് നാമകരണം ചെയ്യുന്നതിനും യോഗം തീരുമാനിച്ചു. മാർത്തോമ സഭ ഡൽഹി ഭദ്രാസന അസംബ്ലി ദ്വാരക സെയിന്റ് ജെയിംസ് മാർത്തോമ പള്ളിയിൽ നടന്നു. ഭദ്രാസന അധ്യക്ഷൻ സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ചിതറിക്കപ്പെട്ടവരുടെ പുതുജീവിതത്തിനും ഇടവകകളുടെ ആത്മീയ വർധനവിനും ഉപരിപഠനങ്ങൾക്കായി വിദേശത്ത് പോകുന്നവരുടെ കരുതലിനും അംഗബലം കുറയുന്ന ഇടവകകളുടെ സന്ധാരണത്തിനും പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഭദ്രാസന സെക്രട്ടറി റവറൻ സാം ഇബ്രഹാം 2023-24 വാർഷിക റിപ്പോർട്ട്, വരവ് ചിലവ് കണക്ക് എന്നിവ അവതരിപ്പിച്ചു. 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് ഭദ്രാസന ട്രഷറർ AJ ഫിലിപ്പ് അവതരിപ്പിച്ചു. റവറൻ KP ജോൺസൺ ധ്യാന പ്രസംഗം നടത്തി. മിഷൻ സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപനം, ആഗ്ര സെന്റർ നവീകരണം, ഭദ്രാസന കേന്ദ്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ, സൗരോർജ്ജ പദ്ധതി തുടങ്ങിയ ബജറ്റ് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ മുതിർന്നവരുടെ പുനരധിവാസത്തിന് കല്ലുമേൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് 1 കോടി രൂപ ചിലവഴിക്കും. വിവിധ കരുതൽ പദ്ധതിക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റ് ഭദ്രാസന അസംബ്ലി പാസാക്കി. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് സഭയുടെയും മാവേലിക്കര ജ്യോതിസിന്റെയും സഹകരണത്തോടെ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുക. മാവേലിക്കര പോളച്ചിറക്കൽ മിഷൻ ഫീൽഡ് പുനരുദ്ധാരണത്തിന് 25 ലക്ഷം രൂപയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ പഠനത്തിനായി മാർക്കുലോസ് എഡ്യൂക്കേഷൻ എയ്ഡ് പ്രൊജക്ടിന് 25 ലക്ഷം രൂപയും, കരുതൽ പദ്ധതിയിൽ കിഡ്നി രോഗികളുടെ ഡയാലിസിസ് ചികിത്സയ്ക്കായി 20 ലക്ഷം രൂപയും, നിർധനർക്ക് ഉച്ചഭക്ഷണം നൽകുന്ന സമൃദ്ധിക്ക് 20 ലക്ഷം രൂപയും, കല്ലുമേൽ ജ്യോതിസ് ഹോം പദ്ധതി പൂർത്തീകരണത്തിന് 50 ലക്ഷം രൂപയും, നരസാപുരം അലഗഡ മിഷൻ ഫീൽഡുകൾക്ക് 1 കോടി രൂപയും, വിവിധ പാലിയേറ്റീവ് പദ്ധതികൾക്ക് 8 ലക്ഷം രൂപയും, മാർ തിമോത്തിയോസ് സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് 10 ലക്ഷം രൂപയും വിനിയോഗിക്കും. ട്രഷറർ ജോജി ചെറിയാൻ ബജറ്റ് അവതരിപ്പിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുയാക്കി മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത അധ്യക്ഷനായിരുന്നു. ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞവരാണ് യഥാർത്ഥ ക്രിസ്തുവിന്റെ സാക്ഷികളെന്ന് സഫ്രഗൻ മെത്രാപ്പോലീത്ത പറഞ്ഞു. ഭദ്രാസനത്തിന്റെ 2023-24 വാർഷിക റിപ്പോർട്ടും കണക്കും ഭദ്രാസന സെക്രട്ടറി റവറൻ ഡോക്ടർ സാംസൺ M. ജേക്കബ് അവതരിപ്പിച്ചു. റവറൻ ഈപ്പൻ ഇബ്രഹാം ധ്യാന പ്രസംഗം നടത്തി. മാർത്തോമ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ട് വിവിധ സ്ഥലങ്ങളിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. കൊട്ടാരക്കര അരമന കോമ്പൗണ്ടിൽ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ വൃക്ഷത്തൈകൾ നട്ടു. ഫെലോഷിപ്പ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഏബ്രഹാം ജോസഫ്, ട്രഷറർ ജേക്കബ് ജോർജ്, ഭദ്രാസന വൈസ് പ്രസിഡന്റ് O. ബേബിക്കുട്ടി, ട്രഷറർ ഏബ്രഹാം ജേക്കബ്, കേന്ദ്ര കമ്മിറ്റി അംഗം സാറ മക്കോഷി, റവറൻ ജോർജ് വർഗീസ്, ഭദ്രാസന ട്രഷറർ ജോർജ് പണിക്കർ എന്നിവർ പങ്കെടുത്തു. തുടർ ദിവസങ്ങളിൽ വിവിധ ഭദ്രാസന ആസ്ഥാനങ്ങളിലും സഭയുടെ ഉടമസ്ഥതയിലുള്ള വിവിധ സ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുമെന്ന് പ്രൊഫസർ ഇബ്രഹാം ജോസഫ് അറിയിച്ചു. ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന കോമൺവെൽത്ത് ജൂനിയർ ആൻഡ് കേഡറ്റ്സ് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത റായ്പൂർ മാർത്തോമ ഇടവക അംഗം കുമാരി റീബ അഭിമാന നേട്ടം കൈവരിച്ചു. 14 മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് പങ്കെടുക്കാൻ കഴിയുക. തലശ്ശേരി സായി അക്കാദമിയിൽ പരിശീലനം ചെയ്യുന്ന റീബ ഇപ്പോൾ പാട്യാല NCO അക്കാദമിയിൽ കോമൺവെൽത്തിനായി പരിശീലനം നടത്തിവരുന്നു. റായ്പൂർ ഇടവക അംഗമായ ബെന്നിയുടെയും റീനയുടെയും മകളാണ് ഈ 15-കാരി. നിലവിൽ നിരവധി ദേശീയ മത്സരങ്ങളിൽ ട്രോഫികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.